CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. കൊല്ലത്തിന് ചെങ്കടലേറ്റമാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമര ദീപശിഖ ജാഥകൾ വൈകിട്ടോടെ കൊല്ലം നഗരത്തിൽ സമ്മേളിക്കും. സംഘാടക സമിതി ചെയർമാനും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാലാണ് പൊതുസമ്മേളന നഗരി കൂടിയായ ആശ്രാമം മൈതാനത്ത് പതാക ഉയർത്തുക. നാളെ രാവിലെ പാർട്ടി ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സാനിയോ മനോമിയും നമ്മുടെ വാർത്താ സംഘവുമുണ്ട് കൊല്ലത്ത് നിന്നും തത്സമയം വിവരങ്ങൾ നൽകാൻ. ആദ്യം സാനിയോ മനോമിയിലേക്ക്. സാനിയോ, വെരി ഗുഡ് മോർണിംഗ് സാനിയോ. കോഴിക്കോട് നിന്നും സാനിയോ കൊല്ലത്തേക്ക് ഇറങ്ങി. വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് കോഴിക്കോട്ടാണെങ്കിൽ സാനിയോ മനോമി കൊല്ലത്ത് കപ്പലിറങ്ങിയിട്ടുണ്ട്. ഇനി ചെങ്കടലേറ്റമായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ അടിവെച്ചടിവെച്ചായിരിക്കും ഇനി വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാനിയോ, കൊല്ലം എങ്ങനെയുണ്ട്? കൊല്ലത്ത് ആദ്യമായിട്ടാണോ ഇന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, കൊല്ലത്ത് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആദ്യം തന്നെ കൊല്ലത്ത് കഴിഞ്ഞ ഒരു 6 മാസം മുൻപ് ചില മറ്റ് വാർത്തകളുമായി ചില സിനിമാ വാർത്തകളൊക്കെയായി ഇവിടെ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് പോയതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ തവണയാണ് കൊല്ലം എന്ന് പറയാം. പക്ഷേ ചെങ്കടലേറ്റം തന്നെയായിരിക്കും കൊല്ലത്ത് ഇത്തവണ എന്നുള്ളതിൽ സംശയമില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ്. അതിനെ അങ്ങേയറ്റത്തെ ആവേശത്തോടു കൂടി വരവേൽക്കാനാണ് കൊല്ലം ജനത ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കശുവണ്ടി ഫാക്ടറിയിലും അതുപോലെ ഈ കയറു പിരിക്കുന്ന തൊഴിലാളികളുടെ അടുത്തും ഒക്കെ പോയിരുന്നു. അവരൊക്കെയും വലിയ ആവേശത്തിലാണ്. കാരണം പരമ്പരാഗത വ്യവസായങ്ങൾ വളരെ കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് കൊല്ലം. അവരുടെയൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ള ആവേശത്തിലാണ് കൊല്ലംകാരുള്ളത്. ഏതായാലും സമ്മേളനത്തിൻ്റെ മറ്റു വിവരങ്ങളിലേക്ക് വന്നാൽ കൊടിമര പതാക ദീപശിഖ ജാഥകളൊക്കെയും ഇന്ന് ചിന്നക്കടയിലാണ് സമ്മേളിക്കുക. ചിന്നക്കടയിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഒരുമിച്ച് ഒരേ വലിയ ജാഥയായിക്കൊണ്ട് ആശ്രാമം മൈതാനത്തേക്ക് എത്തും. അവിടെയാണ് സംഘാടക സമിതി ചെയർമാനും അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KN ബാലഗോപാൽ പതാക ഉയർത്തുക. നാളെ ആയിരിക്കും ദേശീയ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും വലിയൊരു പ്രതീക്ഷകളും മറ്റും ആണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും അജണ്ട എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരേ ഒരു സമ്മേളനം കൂടിയാണ് ഇത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുമെന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടോടെ എത്തും. എല്ലാ നേതാക്കന്മാരും വൈകിട്ടോടെ എത്തുന്നുണ്ട്. എല്ലാവരും വരുന്ന ദിവസങ്ങളിൽ CPM-ന്റെ ഏറ്റവും ഉയർന്ന കമ്മിറ്റി തന്നെയായി കൊല്ലം ജില്ല മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വലിയ ആവേശത്തിലാണ് കൊല്ലത്തെ എല്ലാ ജനങ്ങളും. ഓക്കെ സാനിയോ, കൊല്ലത്ത് ഈ സമ്മേളന വിശേഷങ്ങൾ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന 3 ചോദ്യങ്ങളായിരിക്കും. ഒന്ന്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാറാൻ സാധ്യതയുണ്ടോ? നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് MV ഗോവിന്ദൻ മാഷ് തുടരും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ മൂന്നാം ഊഴത്തിൽ നയിക്കാൻ പോകുന്നത്? അതിനും ഉത്തരം ഓൾറെഡി MV ഗോവിന്ദൻ മാഷും EP ജയരാജനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കേണ്ട സാഹചര്യമില്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ 2 ടേം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനും പോകുന്നില്ല. എന്നാൽ പാർട്ടി സംഘടനാപരമായ പ്രശ്നങ്ങൾ, പാർട്ടി അതേപോലെ സംസ്ഥാനത്തിൻ്റെ നിക്ഷേപ സൗഹൃദമാക്കുന്നതും വികസനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ ഒരു എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പാർട്ടി രേഖയിൽ തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആ സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു മാറ്റം ഇത്തവണ കൊല്ലം സമ്മേളനത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. അതായത് വികസനത്തോടുള്ള പാർട്ടിയുടെ നയം, നിക്ഷേപങ്ങളോടും മൂലധനത്തോടുമുള്ള പാർട്ടിയുടെ നയം ഈ സമ്മേളന വേദിയിലെ പ്രധാനപ്പെട്ട ചർച്ചയാകുമല്ലേ? അതായത് സമ്മേളന വേദിയിൽ കേരളമാണ് മാതൃക എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രദർശനം തന്നെ നമുക്ക് കാണാനാകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് കൃത്യമായി നിക്ഷേപ സൗഹൃദമാക്കാനടക്കം അല്ലെങ്കിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ, പുതിയ ഈ വികസന നയം, ഇതൊക്കെ ആയിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. നയപരമായ ചർച്ചകളായിരിക്കും പ്രധാനമായും നടക്കുക. അതായത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളെക്കാട്ടിൽ അപ്പുറത്ത്, അതായത് 3 ടേം നൽകണമോ 2 ടേം മതിയോ തുടങ്ങിയ ചർച്ചകളുടെ അപ്പുറത്ത് നയപരമായ ചില തീരുമാനങ്ങളും ചർച്ചകളുമാണ് വരിക. അതായത് നിക്ഷേപ സൗഹൃദമാണ്, കേരളമാണ് മാതൃക തുടങ്ങിയ കാര്യങ്ങളിൽ ആ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും സമ്മേളനം പോവുക എന്നുള്ളതാണ്. നിക്ഷേപ സൗഹൃദമാക്കുക, കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരിക, വികസനത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ സമ്മേളനത്തിന്റെ ചർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങളായിട്ടുണ്ടാവുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിന് മുമ്പ് കൊല്ലത്ത് സമ്മേളനം നടക്കുന്നത് 1995-ലാണ്. ഒരുപക്ഷെ 30 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ എന്നെനിക്ക് തോന്നുന്നു. ആ സമയത്ത് മറ്റോ ആണ് കൊല്ലത്ത് ഈ വിഭാഗീയതയുടെ ഒരു കനൽ ആദ്യം കത്തിത്തുടങ്ങുന്നത് കൊല്ലത്താണ് എന്നുള്ളത് ചരിത്രത്തിലുണ്ട്. എന്നാലും ഇത്തവണ സമ്മേളനത്തിലെത്തുമ്പോൾ വിഭാഗീയതയുടെ ഒരു കനൽ പോലും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത, അല്ലേ സാനിയോ?
അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഇന്നലെ ഈ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ റിപ്പോർട്ടിലൊന്നും തന്നെ വിഭാഗീയതയുടെ ഒരു കനൽ പോലും എവിടെയും വരാനുള്ള സാധ്യതയില്ല. ചർച്ചകളെല്ലാം തന്നെ കൃത്യമായ അത്തരത്തിൽ അച്ചടക്കത്തോടുകൂടിയായിരിക്കും നടക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും സ്ക്രൂട്ടനൈസ് ചെയ്ത് വളരെ കൃത്യമായി ഒരു എതിർശബ്ദം പോലും ഇല്ലാത്ത തരത്തിലേക്ക് കൊണ്ടുപോകാൻ CPM നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയായിരിക്കും സമ്മേളനത്തിലുടനീളം പ്രതിഫലിക്കുക. എല്ലാ ചർച്ചകളിലും അങ്ങനെയായിരിക്കും, മറുപടികളിൽ അങ്ങനെയായിരിക്കും. ഒരു എതിർശബ്ദത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾക്കെതിരെയുള്ള വികാരമോ ഒന്നും തന്നെ എവിടെയും പ്രതിഫലിക്കാനുള്ള സാധ്യത, അങ്ങനത്തെ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടുള്ളൊരു സമ്മേളനം കൂടിയാണ് ഇത്തവണത്തെ CPM സമ്മേളനം എന്നുള്ളതിൽ മറ്റ് തർക്കങ്ങളില്ല. ഏതായാലും അത്തരത്തിൽ അനഭിമിതമായ സ്വരങ്ങളൊന്നും തന്നെ ഈ സമ്മേളനത്തിൽ ഉണ്ടാവാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.